ഇന്നും 93 വയസ്സു പ്രായവുമായി നമ്മളോടൊപ്പമുള്ള മലയാളത്തിന്റെ ഏറ്റവും മുതിർന്ന നടൻ ശ്രീ മധു അഭിനയിച്ച ഒരേയൊരു ഹിന്ദി സിനിമ. ഇതേ ചിത്രത്തിലൂടെയാണ് പിന്നീട് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസമായി മാറിയ അമിതാഭ് ബച്ചനും അരങ്ങേറ്റം കുറിച്ചത്. 1969 ഖ്വാജ അഹമ്മദ് അബ്ബാസ് നിർമ്മിച്ച് സംവിധാനം ചെയ്ത സാത് ഹിന്ദുസ്ഥാനി അഥവാ 7 ഇന്ത്യക്കാർ. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇതുമാത്രമല്ല. നമ്മൾ ഇന്ത്യക്കാർ എന്ന നിലയിൽ ഈ ചിത്രത്തിന്റെ സെന്റിമെന്റൽ വാല്യൂ വളരെ വലുതാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. കഥ തുടങ്ങുന്നത് 1969 ആശുപത്രിയിൽ സർജറിക്കായി കാത്തിരിക്കുന്ന മരിയ എന്ന സ്ത്രീ തന്റെ 6 സുഹൃത്തുക്കളെ കാത്തുകിടക്കുന്നതിൽ നിന്നും കഥ ആരംഭിക്കുന്നു. അവർ വന്നതിന് ശേഷം സർജറി മതിയെന്ന് മരിയ സർജനോട് അഭ്യർത്ഥിക്കുകയും 6 പേർക്കും കത്തുകൾ അയപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വിപ്ലവകാരി എന്ന നിലയിൽ ആ 6 പേരോടുമൊപ്പം ഗോവയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ 1961 കാലഘട്ടത്തെ അവർ സ്മരിക്കുകയും ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് ആധാരമായ ചരിത്ര പശ്ചാത്തലം ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 14 കൊല്ലത്തിനു ശേഷവും ഗോവ പോർച്ചുഗീസ് അധീനതയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുകയോ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാവുകയോ ചെയ്തിരുന്നില്ല. ഇന്ത്യ പലവട്ടം നയതന്ത്ര ചർച്ചകളിലൂടെ ഗോവ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അന്നത്തെ പോർച്ചുഗീസ് ഭരണാധികാരിയായിരുന്ന അന്റോണിയോ ഡി ഒലിവേറ സലാസാർ ഗോവയെ ഒരു കോളനിയല്ല, മറിച്ച് പോർച്ചുഗലിന്റെ അവിഭാജ്യ പ്രവിശ്യയാണെന്നാണ് വാദിച്ചത്. അതുകൊണ്ട് ചർച്ചകൾ മുന്നോട്ടു പോയില്ല. ഒരു ഭൂവിഭാഗം തങ്ങളുടെ പ്രവിശ്യയാണെന്ന് അവകാശപ്പെട്ടാൽ അതിനെ വേർപെടുത്താനുള്ള അന്താരാഷ്ട്ര ചർച്ചകൾ അസാധുവാകും. അങ്ങനെയാണ് നിയമങ്ങൾ. ഇതിനിടെ ഗോവയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിൽ നിന്നെത്തിയ സത്യാഗ്രഹങ്ങളും ശക്തമായി. പല പ്രവർത്തകരും അറസ്റ്റിലാവുകയും ചിലർ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലമാണ് അബ്ബാസ് തന്റെ സിനിമയ്ക്ക് പ്രമേയമാക്കിയത്. അത്യന്തം അപകടം പിടിച്ച സാഹചര്യത്തിൽ ഗോവയുടെ വിമോചനത്തിനായി ഒരുമിച്ച ആ 7 പേർ ഗോവൻ ജനതയിൽ ദേശസ്നേഹം വളർത്തുകയും പോർച്ചുഗലിൽ നിന്നും ഗോവയ്ക്ക് മോചനം നേടിക്കൊടുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി അവിടേക്ക് സാഹസിക യാത്ര നടത്തുന്ന ചെറുപ്പക്കാർ. അവർ ഒരേ നാട്ടുകാരോ ഒരേ ഭാഷക്കാരോ ആയിരുന്നില്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ നിന്നെത്തിയവരായിരുന്നു. കേന്ദ്ര കഥാപാത്രമായ മരിയയെ അവതരിപ്പിക്കാൻ ഖ്വാജ അഹമ്മദ് അബ്ബാസിന്റെ അസിസ്റ്റന്റായി പല സിനിമകളിലും പ്രവർത്തിച്ച ടിനു ആനന്ദ് ഒരു യുവതിയെ കണ്ടെത്തി. ഷഹനാസ് വഹൻവതിയായിരുന്നു അത്. പ്രശസ്ത ഹാസ്യതാരമായിരുന്ന ആഗാജാൻ ആഗയുടെ മകൾ ശാഖാറാം ഷിൻഡെ എന്ന മഹാരാഷ്ട്രക്കാരന്റെ റോളിലേക്ക് ഷഹനാസിന്റെ സഹോദരനായ ജലാൽ ആഗയെയും കാസ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തെ ഷോലെ സിനിമയിലെ ഐറ്റം ഡാൻസായ മെഹബൂബയിൽ ഗായകനായി ഇപ്പോഴും കാണാം. മാത്രമല്ല ഇദ്ദേഹം മുമ്പ് മുഗൾ എ ആസം എന്ന ദിലീപ് കുമാർ ചിത്രത്തിൽ ജഹാംഗീറിന്റെ ബാല്യമായും അഭിനയിച്ചിട്ടുണ്ട്. അടുത്തത് അൻവർ അലി എന്ന ബീഹാറുകാരനായ യുവകവിയുടെ വേഷമായിരുന്നു. അതിലേക്ക് അബ്ബാസ് തന്റെ സഹായിയായ ടിനു ആനന്ദിനെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അരവിന്ദ് സ്വാമി അഭിനയിച്ച ബോംബെ സിനിമയിൽ ബാൽ താക്കറയോട് സാമ്യമുള്ള കഥാപാത്രമായി വരുന്ന അതേ ടിനു ആനന്ദ്. ബംഗാളി യുവാവായ സുബോധ് സന്യാൽ എന്ന കഥാപാത്രത്തെയാണ് മലയാളത്തിന്റെ നടൻ മധു അവതരിപ്പിച്ചത്. ഇതിലെ നടീനടന്മാരിൽ ഏറ്റവും പ്രശസ്തൻ മധുവായിരുന്നു. അതിന് പല കാരണങ്ങളുമുണ്ട്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി ഒരു ഭാഷയിൽ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു അന്ന് അദ്ദേഹം. അതിലുമുപരിയായി 3 വർഷങ്ങൾക്ക് മുമ്പ് തകഴിയുടെ നോവലിനെ ആധാരമാക്കി രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത് 1966 പുറത്തിറങ്ങി ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ഫിലിം ഫെയർ അവാർഡും നേടിയ ചെമ്മീനിൽ പരീക്കുട്ടി എന്ന ദുരന്ത നായകനെ അവതരിപ്പിച്ച മധു ഇന്ത്യയിൽ മാത്രമല്ല വിദേശ ഫിലിം ഫെസ്റ്റിവലുകളിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചിത്രം മെറിറ്റ് സർട്ടിഫിക്കറ്റ് നേടിയ ചിക്കാഗോ ഫിലിം ഫെസ്റ്റിവലിലും മാർക്കസ് ബാർട്ട്ലിക്ക് സിനിമാറ്റോഗ്രാഫിക്ക് ഗോൾഡ് മെഡൽ നേടിക്കൊടുത്ത കാൻ ഫെസ്റ്റിവലിലും മധുവിന്റെ മുഖം എത്തിച്ചേർന്നിരുന്നു. ജോഗേന്ദർനാഥ് പഞ്ചാബിൽ നിന്നുള്ള ഒരു കഥാപാത്രമായിരുന്നു. ആ വേഷത്തിൽ വന്നത് പ്രശസ്ത നാടക ചലച്ചിത്ര നടനായ ബംഗാളിൽ നിന്നുള്ള ഉൽപ്പൽ ദത്ത്. റാം ഭഗത് ശർമ്മ ഉത്തരേന്ത്യക്കാരനായ മറ്റൊരംഗമായിരുന്നു. ഈ വേഷം ചെയ്തത് ബോംബെക്കാരനായ അൻവർ അലി. തമിഴനായ മഹാദേവൻ എന്ന കഥാപാത്രത്തെ മധുകർ എന്ന മറാത്ത സ്വദേശിയും അവതരിപ്പിച്ചു. സപ്തസംഘത്തിലെ ഏക വനിതാ അംഗമായ മരിയ പോർച്ചുഗീസ് അധീനതയിലിരുന്ന ഗോവയുടെ പ്രതിനിധിയായിരുന്നു. മറ്റ്6 പേരെയും ഗോവയുടെ മണ്ണുമായി ബന്ധിപ്പിക്കുന്ന അംഗം. ഷൂട്ടിംഗ് അടുക്കുന്ന സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഗോപി ഗെയിൻ ഭാഗാബെയിൻ എന്ന സത്യജിത് റായുടെ സിനിമയിൽ സംവിധാന സഹായിയായി പ്രവർത്തിക്കാനുള്ള അവസരം ടിനു ആനന്ദിന് വന്നുചേരുന്നു. അഭിനയത്തെക്കാളുപരി സംവിധാനത്തെ സ്നേഹിച്ച ടിനു ആനന്ദ് അബ്ബാസിനോട് പോകാൻ അനുവാദം ചോദിക്കുന്നു. ലോകോത്തര സംവിധായകന്റെ കൂടെ ജോലി ചെയ്യാനുള്ള തന്റെ ശിഷ്യന്റെ ആഗ്രഹത്തിന് അബ്ബാസ് എതിര് നിന്നില്ല. അങ്ങനെ ടിനു കൽക്കത്തയ്ക്ക് തിരിക്കുന്നു. ഇനി കവിയുടെ വേഷത്തിലേക്ക് പകരം ഒരാളെ തേടണം. കൽക്കട്ടയിൽ വെച്ച് തന്നെ ഒരവസരത്തിനായി സമീപിച്ചിരുന്ന ആ ചെറുപ്പക്കാരനെ അബ്ബാസ് ഓർമ്മിച്ചെടുത്തു. അയാളെ വിളിച്ച് ആ വേഷം കൊടുക്കുകയും ചെയ്തു. ടിനു ആനന്ദിന്റെ ഈ അഭാവം ഇന്ത്യൻ സിനിമയിലെ ഒരു മെഗാ താരത്തിന്റെ അരങ്ങേറ്റത്തിനാണ് തുടക്കം കുറിച്ചത്. ഈ കഥ വിശദമായി നമ്മൾ മറ്റൊരു
മറ്റൊരു വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട്. ദേശീയോദ്ഗ്രഥനം എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഈ സിനിമയിൽ ഖ്വാജ അഹമ്മദ് അബ്ബാസ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടി ചെയ്തു വെച്ചു. പ്രാദേശികവും സമുദായപരവുമായ വേർതിരിവുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ക്രോസ് കാസ്റ്റിംഗ് അദ്ദേഹം മനഃപൂർവ്വം ആസൂത്രണം ചെയ്തതാണെന്ന് പിന്നീട് ഇന്റർവ്യൂകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. മലയാളിയായ മധുവിനെ ബംഗാളിയാക്കി, ബംഗാളിയായ ഉൽപ്പൽ ദത്തിനെ പഞ്ചാബിയാക്കി, ഔധ് മേഖലയിലെ കായസ്ഥ കുടുംബത്തിൽ നിന്നുള്ള അമിതാഭ് ബച്ചനെ ബീഹാറിൽ നിന്നുള്ള മുസ്ലിം ഉറുദു കവിയാക്കി, ബോംബെയിൽ വളർന്ന അൻവർ അലിയെ ഉത്തരേന്ത്യക്കാരനായ റാം ഭഗത് ശർമ്മയാക്കി, മഹാരാഷ്ട്രക്കാരനായ മധുകരനെ തമിഴനാക്കി, ഷഹനാസ് വഹൻവതിയെ ഗോവൻ ക്രിസ്ത്യൻ യുവതിയായ മരിയയാക്കി. ഇങ്ങനെ അഭിനേതാക്കളുടെ പ്രാദേശികവും സമുദായപരവുമായ ഐഡന്റിറ്റികളെ മനഃപൂർവ്വം ഷഫിൾ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ വൈവിധ്യത്തിൽ ഐക്യം എന്ന ആശയം അബ്ബാസ് പ്രസംഗത്തിലൂടെയല്ല കാസ്റ്റിംഗിലൂടെ പ്രകടമാക്കി. ഇന്ത്യയുടെ ഏത് മൂലയിൽ നിന്നും ഓരോ വ്യക്തിയെടുത്താലും അവരുടെ പ്രദേശമോ സമുദായമോ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് അബ്ബാസ് തെളിയിച്ചു. സിനിമയിൽ ഗോവയിലെ പോരാട്ടത്തിന് മുമ്പ് ഏറ്റവും ശ്രദ്ധേയമായത് ഈ 7 പേരുടെ യാത്രയാണ്. അവർ ഒരുമിച്ച് നീങ്ങി തുടങ്ങിയതോടെ ഓരോരുത്തരുടെയും സ്വഭാവം തുറന്നു കാണിക്കുന്ന ചെറിയ ചെറിയ രംഗങ്ങൾ വരുന്നു. ആദ്യമായി സംഘത്തിൽ ചേരുന്നവരിൽ ചിലർ പരസ്പരം സംശയത്തോടെ നോക്കുന്നു. ആരാണ്, ഏതു നാട്ടുകാരൻ, ആരെ വിശ്വസിക്കാം എന്നൊരു അകലം എല്ലാവർക്കുമുണ്ട്. സംസാരിക്കുന്ന ഭാഷ പോലും പലപ്പോഴും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ചെറിയ തമാശകളും തർക്കങ്ങളും ഉണ്ടാകുന്നു. ഈ സമയത്താണ് മരിയയുടെ കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നത്. ആദ്യം അവൾ പുറത്തുനിന്ന് ഈ സംഘത്തെ നിരീക്ഷിക്കുന്ന ആളാണ്. പോർച്ചുഗീസ് ഭരണത്തോട് അവൾക്കുള്ള അതൃപ്തി ക്രമേണ വ്യക്തമായി വരുന്നു. സംഘാംഗങ്ങൾ സ്വന്തം ജീവൻ അപകടത്തിലാക്കി പ്രവർത്തിക്കുന്നത് കണ്ട ശേഷമാണ് അവൾ അവരെ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. ഒരു ഘട്ടത്തിൽ അവൾക്ക് സുരക്ഷിതയായി അകന്നു നിൽക്കാമായിരുന്നു. പക്ഷേ ഗോവയുടെ സ്വാതന്ത്ര്യത്തിനായി ഇവരോടൊപ്പം പോകാമെന്ന് അവൾ തീരുമാനിക്കുന്നു. ആ തീരുമാനം സംഘത്തിന്റെ ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു വഴിത്തിരിവാകുന്നു. അപകടങ്ങളിൽ നിന്നും അവളെ എപ്പോഴും മറ്റുള്ളവർ സംരക്ഷിക്കുന്നു. തുടർച്ചയായി ശത്രുക്കളെ നേരിടേണ്ടി വരുമ്പോൾ ശാഖാറാം ഷിൻഡെ തോക്ക് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന രംഗമുണ്ട്. പക്ഷേ മറ്റുള്ളവർ അതിനെ എതിർക്കുകയാണ്. ഇപ്പോൾ വെടിയുതിർത്താൽ മുഴുവൻ ദൗത്യവും പുറത്തറിയും, ജനങ്ങൾക്ക് തന്നെ കൂടുതൽ അപകടമാകും എന്നാണ് അവരുടെ വാദം. ഈ രംഗത്തിൽ ഷിൻഡെയുടെ ആവേശവും കോപവും ഒരു വശത്ത് കാണുമ്പോൾ മറ്റുള്ളവരുടെ നിയന്ത്രണവും ക്ഷമയും മറുവശത്ത് കാണാം. ഇങ്ങനെ ആശയവൈരുദ്ധ്യങ്ങളും അവർക്കിടയിലുണ്ടെങ്കിലും അവർ ലക്ഷ്യം മറക്കുന്നില്ല. ഗോവയ്ക്കുള്ളിൽ കടന്ന ശേഷം അവർ താമസ സ്ഥലം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരിടത്ത് കൂടുതൽ സമയം നിൽക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് രാത്രി യാത്രകൾ നടത്തുന്നു. പോർച്ചുഗീസ് പോലീസിന്റെ കണ്ണിൽപ്പെടാതെ മുന്നേറേണ്ടതിനാൽ ഓരോ നീക്കവും ഉത്കണ്ഠ നിറഞ്ഞതാണ്. ഈ ഘട്ടങ്ങളാണ് സിനിമയെ ഒരു സാധാരണ ദേശഭക്തി ചിത്രമല്ല, രഹസ്യ ദൗത്യത്തിന്റെ തീവ്രതയുള്ള ചിത്രമാക്കുന്നത്. അവസാനത്തേക്ക് നീങ്ങുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം മാറിയിരിക്കുന്നു. തുടക്കത്തിൽ പരസ്പരം അന്യരായിരുന്ന 7 പേർ ഈ യാത്രയുടെ അവസാനം ഒരേ ലക്ഷ്യത്തിനായി ജീവൻ പോലും പണയം വയ്ക്കാൻ തയ്യാറായ കൂട്ടാളികളായി മാറുന്നു. അവർ നേരിടേണ്ടി വരുന്ന യാതനകൾ കണ്ണുനിറയ്ക്കുന്നതാണ്. ലക്ഷ്യം നേടാൻ കഴിയാതെ അവരെ അതിക്രൂര മർദ്ദനങ്ങൾക്കിരയാക്കി ഗോവൻ ഭരണകൂടം അതിർത്തിക്ക് പുറത്തേക്ക് ഉപേക്ഷിക്കുകയാണ്. പിന്നീടാണ് ഇന്ത്യൻ യൂണിയൻ ഗോവ പിടിച്ചെടുക്കുന്നത്. ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും തങ്ങൾ ഒന്നാണെന്ന് ആ 7 സഖാക്കളും പരസ്പരം വാക്കുകൊടുത്തിരുന്നു. എങ്കിൽ തന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ് മരിയയുടെ കത്ത് കിട്ടുന്ന സമയമായപ്പോൾ ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിലേക്ക് പിരിഞ്ഞുപോയ അവർക്കോ അവരുൾപ്പെടുന്ന സമൂഹത്തിനോ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ദേശീയ വികാരം കൊണ്ട് ഒരു മനസ്സായി മാറിയ അവരിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടുള്ള പലതും സംഭവിച്ചു. കൽക്കത്തയിൽ ഓൾ ഇന്ത്യ ടീമും ബംഗാളും തമ്മിൽ നടന്ന ഒരു ഫുട്ബോൾ മത്സരത്തെ തുടർന്ന് കലാപമുണ്ടാകുന്നു. കളി നിയന്ത്രിച്ച റഫറിയായ സുബോധ് സന്യാലിന് പരിക്കേൽക്കുന്നു. മദ്രാസിൽ മഹാദേവൻ ഹിന്ദിയിൽ എഴുതിയ തന്റെ നെയിം ബോർഡ് തീയിലെറിയുന്നു. പാറ്റ്നയിൽ അൻവർ അലി ഹിന്ദി വിട്ട് ഉറുദുവിലേക്ക് ഒതുങ്ങുന്നു. ലുധിയാനയിൽ ജോഗേന്ദർനാഥ് പഞ്ചാബ് ദേശീയതയ്ക്കായി വികാരം കൊള്ളുന്നു. യുപിയിൽ റാം ഭഗത് ശർമ്മ ഉറുദുവിനെതിരെ പത്രത്തിലെഴുതുന്നു. മഹാരാഷ്ട്രയിൽ ശാഖാറാം ഷിൻഡെയ്ക്ക് പ്രാദേശിക കലാപങ്ങൾക്കിടയിൽ നിശബ്ദനാകേണ്ടി വരുന്നു. ഓരോരുത്തർക്കും മരിയയുടെ കത്തുകൾ ലഭിക്കുന്നതോടെ ചിത്രം മാറുകയാണ്. അവർ ഓരോരുത്തരും എല്ലാം മറന്ന് അവളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള കഥയുടെ വിശദാംശങ്ങളും ക്ലൈമാക്സും പ്രേക്ഷകരുടെ ജിജ്ഞാസയെ ഭഞ്ജിക്കുമെന്നതിനാൽ ഇവിടെ നിരത്തുന്നില്ല. സാത് ഹിന്ദുസ്ഥാനി ഓൺലൈനിൽ ലഭ്യമാണ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അവസരം കിട്ടുമ്പോൾ ഒരിക്കൽ കണ്ടുനോക്കൂ. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഈ ചിത്രം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കാതിരിക്കുമല്ലോ.